പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാണ്. നിങ്ങളുടെ നാളെ 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി, അതായത് 1200 കർക്കിടക മാസം 20-ാം തീയതി ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:48. നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. നാളെ വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ തൃക്കേട്ട നക്ഷത്രമാകുന്നു. സംസ്കൃതത്തിൽ ജ്യേഷ്ഠ എന്ന് പറയുന്ന നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം. നാം ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം. യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പൂരാടം പുരുരുട്ടാതി തൃക്കേട്ട. ഈ 7 നാളുകൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് നമ്മുടെ പൂർവ്വസൂരികൾ ചെയ്യുന്ന പ്രമാണം. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. നാളെ 17 നാഴിക വരെ വിഷ്ടി കരണവുമാണ്. വിഷ്ടികാരെ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. കാരണത്തിലേറ്റവും ദോഷമായ കാരണമാകുന്നു വിഷ്ടികരണം. അതിനാൽ വിഷ്ടികാര്യത്ത് ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ശുഭമാകാറില്ല. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്, വിഷ്ടികാരണമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ വിശേഷിച്ച് ഒരു മുഹൂർത്തവും ഞാൻ നൽകുന്നില്ല. നിങ്ങളെ ക്ലേശങ്ങൾ മാറാൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുദോഷ സംഹാര കുരുതി ചെയ്യുക, മുട്ടറക്കുക നാളികേരം കൊണ്ട്. അപ്രകാരം തന്നെ തൃക്കേട്ട നക്ഷത്രത്തിന് നിങ്ങൾക്ക് നാളെ വളരെ നല്ലതാണ്. കാലത്ത് തന്നെ നരസിംഹ ക്ഷേത്രത്തിൽ പോയി പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നതും ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന മന്ത്രം നാളത്തെ ദിനം നിങ്ങൾക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്ന ദിനമാണ്. അതിനാൽ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് പ്രധാനപ്പെട്ട ദിനം. തൃക്കേട്ട നക്ഷത്രം ആയില്യം, തൃക്കേട്ട, രേവതി. ഭരിക്കുന്ന ഗ്രഹം ബുധൻ. ബുധനെക്കൊണ്ട് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായ അവതാര ദൈവങ്ങളെ നാം എന്തു ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിനത്തിന് ഏറ്റവും നല്ലതാണ് ഭൂമി സംബന്ധമായ വിഷയമുള്ളവർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ഓം വരാഹമൂർത്തയെ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം മാറ്റങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഭൂമി വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ ഉള്ള അവസ്ഥയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭൂമി പൂജ ചെയ്യുക. നാളത്തെ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് അപ്രകാരം തന്നെ ഓം വരാഹമൂർത്തയെ നമഃ. ഭൂമി ലഭിക്കുവാനും അല്ലെങ്കിൽ ഉള്ള ഭൂമിയുടെ ദോഷം മാറുവാനും നിങ്ങളുടെ ഭൂമി വിൽക്കുവാനും ഭൂമി പൂജ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.